ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു FS Edu Media. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മെഷീൻ ഡ്രോയിങ്സ് അല്ലേ. ഈ മെഷീൻ ഡ്രോയിങ്സിലൊരു പാർട്ടാണ് പ്ലംബർ ബ്ലോക്ക് അസംബ്ലി. ഈ പ്ലംബർ ബ്ലോക്ക് അസംബ്ലി സോളിഡ് വർക്ക്സ് എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്കിന്ന് അരുൺ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അരുണിൻ്റെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യാം. നമസ്കാരം. നമ്മൾ ഇന്ന് സോളിഡ് വർക്ക്സിൽ പ്ലംബർ ബ്ലോക്കിന്റെ അസംബ്ലിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ന്യൂവിൽ പോവുക, ന്യൂ അസംബ്ലി. ഓക്കെ. പ്ലംബർ ബ്ലോക്കിന്റെ ആദ്യം നമ്മൾ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബേസ് പാർട്ട് അതാണ് ആദ്യം ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്ലംബർ ബ്ലോക്കിന്റെ ബേസ് പാർട്ട് എന്ന് പറയുമ്പോൾ ബോഡി എന്ന് പറയുന്ന പാർട്ടാണ്. അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡിൽ ബ്രൗസിൽ പോവുക, ബോഡി പാർട്ട് ഓപ്പൺ ചെയ്യും. ഇപ്പൊ ബോഡി പാർട്ട് നമുക്ക് നമ്മുടെ അസംബ്ലി ഇന്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനു ശേഷം ചെയ്യേണ്ടത് ഈ ഒരു ബോഡി പാർട്ടിന്റെ ഒറിജിനും ഈ അസംബ്ലി ഇന്റർഫേസിന്റെ ഒറിജിനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോഡി റൈറ്റ് ക്ലിക്ക് അമർത്തുക, ഫ്ലോട്ട് ചെയ്യുക. ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്ത ബോഡി ഈ ബോഡി പാർട്ട് ആയിക്കോട്ടെ മറ്റെന്ത് പാർട്ട് ആയിക്കോട്ടെ ആദ്യം ഫിക്സഡ് ആയിരിക്കും. നമുക്ക് അതിനെ കോയിൻസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യിക്കണം. മൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഫ്ലോട്ട് കൊടുത്തത്. അതിനുശേഷം മേറ്റിൽ പോവുക, കോയിൻസൈഡില് അതിനുശേഷം അസംബ്ലിയുടെ ട്രീയിലേക്ക് വരിക. അസംബ്ലി ട്രീയിൽ ഒറിജിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബോഡി പാർട്ടിന് അതിൻ്റെതായ ഒരു ഒറിജിൻ ഉണ്ടാവും. ആ ഒറിജിൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ കണ്ടില്ലേ, ആ അസംബ്ലിയുടെ ഒറിജിനും ഈ ബോഡി പാർട്ടിന്റെ ഒറിജിനും ഒന്നായി. ക്ലിക്ക് കൊടുക്കുക, മേറ്റ് കംപ്ലീറ്റ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് മുമ്പ് ഫ്ലോട്ട് ചെയ്ത ബോഡി പാർട്ടിനെ ഫിക്സ് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഏതൊരു അസംബ്ലിക്കും ഒരു ഫിക്സഡ് പാർട്ട് ഉണ്ടാവും, അത് ബേസ് പാർട്ട്. ഇപ്പോ ഈ പ്ലംബർ ബ്ലോക്ക് അസംബ്ലിയുടെ ഫിക്സഡ് പാർട്ട് അഥവാ ബേസ് പാർട്ട് എന്ന് പറയുന്നത് ഈ ബോഡി പാർട്ടാണ്. ഇനി നമുക്ക് അടുത്തതായി ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ പ്ലംബർ ബ്ലോക്കിന്റെ ബിയറിംഗ് ബോട്ടം ഹാഫ് ആണ്. അതിനുവേണ്ടി ബ്രൗസിൽ പോവുക, ബിയറിംഗ് ബോട്ടം ഹാഫ് സെലക്ട് ചെയ്യുക, ഓപ്പൺ. ബിയറിംഗ് ബോട്ടം ഹാഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബിയറിംഗ് ബോട്ടം ഹാഫിനെ ഈ പ്ലംബർ ബ്ലോക്കിനെ മേറ്റിംഗ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി മേറ്റ് ഓപ്ഷനിൽ പോവുക. ഈ ബെയറിംഗ് ഹാഫിന്റെ സിലിണ്ടറിക്കൽ സർഫസും ഈ പ്ലംബർ ബ്ലോക്ക് ബേസിന്റെ സിലിണ്ടറിക്കൽ സർഫസും തമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കോൺസെൻട്രേറ്റ് മീൻസ് അതായത് ബിയറിംഗ് ബോട്ടം ഹാഫിന്റെ ആ ഒരു സർക്കിൾ കാണുമ്പോൾ ഈ സർക്കുലറിന്റെ ആക്സിസും ഈ സർക്കുലറിന്റെ ആക്സിസും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പോണത്. ബെയറിംഗ് ബോട്ടം ഹാഫിന്റെ ഈ സിലിണ്ടറിക്കൽ സർഫസും പ്ലംബർ ബ്ലോക്കിന്റെ ഈ ഒരു സർഫസും തമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് കൊടുത്തപ്പോൾ തന്നെ ഈ സർഫസിന് കോൺസെൻട്രേറ്റ് ആയി ഈ പാർട്ട് വന്നു കഴിഞ്ഞു. ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ബെയറിംഗ് ബോട്ടം ഹാഫിന്റെ ഇൻസൈഡ് ഈ സർഫസും പ്ലംബർ ബ്ലോക്കിന്റെ ഈ സർഫസും തമ്മിൽ കോയിൻസിഡൻസ് ചെയ്യാൻ പോകുന്നത്. കോയിൻസിഡൻസ് ആയി കഴിഞ്ഞു. അപ്പോഴും ഈ ബെയറിംഗ് ബോട്ടം ഹാഫ് മൂവബിൾ ആണ്. നമുക്ക് ഇതിന്റെ ഈ മൂവ് ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു മേറ്റും കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മേറ്റിൽ പോവുക, പ്ലംബർ ബ്ലോക്ക് ബേസിന്റെ ഈ ഫേസും ബെയറിംഗ് ബോട്ടം ഹാഫിന്റെ ഈ ഫേസും സെലക്ട് ചെയ്യുക. ഇപ്പോ the selected component is fully defined, it cannot be moved. And that means ഈ ബെയറിംഗ് ബോട്ടം ഹാഫും ഈ പ്ലംബർ ബ്ലോക്കിന്റെ ബോട്ടവും തമ്മിൽ ഫുള്ളി ഡിഫൈൻഡ് ആയി കഴിഞ്ഞു. നമുക്ക് താഴെ കാണാൻ പറ്റും ഫുള്ളി ഡിഫൈൻഡ് ആയത്. അതായത് എല്ലാവിധ മേറ്റും അതിൽ ആക്റ്റീവ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുകയാണ്. അത് ഇൻസേർട്ടിൽ പോവുക, ബ്രൗസ്, ഷാഫ്റ്റ്, ഓപ്പൺ. ഷാഫ്റ്റ് വന്നു കഴിഞ്ഞു. നമ്മൾ കുറച്ചു മുമ്പ് ബെയറിംഗ് ബോട്ടം ഹാഫ് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ തന്നെ ഷാഫ്റ്റും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകും. അതിനുവേണ്ടി മേറ്റിൽ പോവുക, ഷാഫ്റ്റിന്റെ ഔട്ടർ ഡയമീറ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം
ബെയറിംഗ് ബോട്ടം ഹാഫിന്റെ ഇന്നർ ഡയമീറ്റർ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് പാർട്ടും കോൺസെൻട്രിക് ആയി. അതിനുശേഷം അപ്പോഴും ഈ ഷാഫ്റ്റ് മൂവബിൾ ആണ്. ഈ ഷാഫ്റ്റിന്റെ മൂവ്മെന്റ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷാഫ്റ്റിന്റെ ഈ ഫേസും ബെയറിംഗ് ബോട്ടം ഹാഫിന്റെ ഈ ഫേസും തമ്മിൽ കോയിൻസിഡൻസ് കൊടുക്കുക. ഷാഫ്റ്റും ഈ അസംബ്ലിയുടെ ഭാഗമായി കഴിയും. ദാറ്റ് മീൻസ് ഇവിടെ താഴെ കാണാം ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട്. ഈ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ബ്രൗസിൽ പോവുക, ബെയറിംഗ് ടോപ്പ് ഹാഫ് ഓപ്പൺ കൊടുക്കുക. ബെയറിംഗ് ടോപ്പ് ഹാഫ് ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മൾ കുറച്ചു മുൻപ് ബെയറിംഗ് ബോട്ടം ഹാഫ് എങ്ങനെ ചെയ്തു സെയിം മെത്തേഡ് തന്നെ ഇതിലും ഫോളോ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ബെയറിംഗ് ടോപ്പ് ഹാഫിന്റെ ഈ ഫേസും പ്ലമ്മർ ബ്ലോക്കിന്റെ ഈ ഫേസും കോയിൻസിഡന്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ബെയറിംഗ് ടോപ്പ് ഹാഫിന്റെ ഈ ബോട്ടം ഫേസും ബെയറിംഗ് ബോട്ടം ഹാഫിന്റെ ഈ ഫേസും തമ്മിൽ കോയിൻസിഡന്റ് കൊടുക്കണം. മേറ്റിൽ പോവുക, ബെയറിംഗ് ടോപ്പ് ഹാഫിന്റെ ഈ ഫേസും ബെയറിംഗ് ബോട്ടം ഹാഫിന്റെ ഈ ഫേസും തമ്മിൽ കോയിൻസിഡൻസ് കൊടുക്കുക. അതിനുശേഷം ബെയറിംഗ് ടോപ്പ് ഹാഫിന്റെ ഇന്നർ ഡയമീറ്ററും ഷാഫ്റ്റിന്റെ ഔട്ടർ ഡയമീറ്ററും തമ്മിൽ സെലക്ട് ചെയ്ത് കോൺസിസ്റ്റൻസി കൊടുക്കുക. ഓക്കെ. ഈ നെക്സ്റ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ക്യാപ്പ് ആണ്, പ്ലമർ ബ്ലോക്കിന്റെ ക്യാപ്പ്. അതിനുവേണ്ടി ഇൻസേർട്ട് കമ്പോണൻസിൽ പോവുക, ബ്രൗസ്, ക്യാപ്പ്, ഓപ്പൺ. ക്യാപ്പ് വന്നു കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്ലമർ ബ്ലോക്കിന്റെ ക്യാപ്പും ഈ അസംബ്ലിയുടെ ഭാഗമാക്കാൻ പോകും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ക്യാപ്പിന്റെ ഈ ബേസ് മേറ്റിൽ പോവുക, ക്യാപ്പിന്റെ ബേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബേസിൻ പ്ലമർ ബ്ലോക്ക് ബോഡിയുടെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് കാണാൻ കഴിയും ക്യാപ്പ് ഇതുമായിട്ട് കോയിൻസിഡൻസ് ആയി കഴിഞ്ഞു. ഇപ്പോഴും ക്യാപ്പിന് മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ക്യാപ്പിന്റെ ഈ ഹോളും പ്ലമർ ബ്ലോക്ക് ബേസിന് ഈ ഹോളും തമ്മിൽ കോൺസിസ്റ്റൻസി കൊടുത്താൽ മതി. അതിനുവേണ്ടി മേറ്റിൽ പോവുക, ക്യാപ്പിന്റെ ഈ ഹോൾ സെലക്ട് ചെയ്യുക, പ്ലമർ ബ്ലോക്ക് ബേസിന്റെ ഈ ഹോൾ സെലക്ട് ചെയ്യുക, കോൺസിസ്റ്റൻസി കൊടുക്കും. ഇത് ഫുള്ളി ഡിഫൈൻഡ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കിനി ചെയ്യേണ്ടത് ഈ പ്ലമർ ബ്ലോക്കിന്റെ ക്യാപ്പും പ്ലമർ ബ്ലോക്ക് ബേസും തമ്മിൽ സ്ക്രൂ ചെയ്ത് ബോൾട്ട് ചെയ്യണം. അതിന് നമ്മൾ ഇൻസേർട്ടിൽ പോവുക, ബ്രൗസ്, ബോൾട്ട്, ഓപ്പൺ. ബോൾട്ട് വന്നു കഴിഞ്ഞു. മേറ്റിൽ പോവുക, ബോൾട്ടിന്റെ ബോട്ടം ഫേസ്, ഈ ബോട്ടം ഫേസ് ആണ് പ്ലമർ ബ്ലോക്കുമായിട്ട് കോയിൻസിഡൻസ് ചെയ്യാൻ പോകുന്നത്. ബോട്ടം ഫേസ് സെലക്ട് ചെയ്തു. ഇവിടെ ഒരു കൗണ്ടർ ബോർ കാണും. ഈ കൗണ്ടർ ബോറിലാണ് നമ്മൾ ഇതിനെ കോയിൻസിഡൻസ് ചെയ്യാൻ പോകുന്നത്. ഈ കൗണ്ടർ ബോറിന് ഈ ഫേസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ നേരെ തലതിരിഞ്ഞ രീതിയിലാണ് സ്ക്രൂവിന്റെ പൊസിഷൻ കാണുന്നത്. നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കണം. അതിനുവേണ്ടി ഈ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സൈഡില് ഡയറക്ഷൻ തിരിക്കാൻ വേണ്ടി ഒരു ഐക്കൺ കാണും. അത് തിരിച്ചു കഴിയുമ്പോൾ സ്ക്രൂ നേരെ ഇൻവേർട്ടർ പൊസിഷനിലാവും. ടിക്ക് കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഈ ബോൾട്ടിന് ഈ ഹോളുമായിട്ട് കോൺസെൻട്രേറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് കൊടുത്തു കഴിഞ്ഞ് ടിക്ക് കൊടുക്കുക. ഇനി രണ്ടാമതും നമുക്കിപ്പോ ഈ രണ്ട് ഹോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. നമ്മളത് പാർട്ട് വരച്ചപ്പോ നമ്മളത് നോക്കിയാണ് ചെയ്തത്. അപ്പോ രണ്ടാമത് ഇതുപോലെ സ്ക്രൂ ഇൻസേർട്ട് ചെയ്ത് കോൺസെൻട്രേറ്റ് കൊടുത്ത് കോയിൻസിഡൻസ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് എളുപ്പ വിദ്യയുണ്ട്. ലീനിയർ കമ്പോണന്റ് പാറ്റേൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അസംബ്ലിയിൽ. ഇത് ക്ലിക്ക് ചെയ്യുക, ലീനിയർ കമ്പോണന്റ് പാറ്റേൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഡയറക്ഷനാണ്. അതായത് നമുക്ക് ഒരു ലീനിയർ ഡയറക്ഷൻ, അതായത് ഏത് ഡയറക്ഷനിലേക്കാണ് സ്ക്രൂ നമുക്ക് മേറ്റ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനാണ് ഇവിടെ ചോദിക്കുന്നത്. ആ ഡയറക്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോ ഇവിടെ നമുക്കൊരു ആരോ കാണാം.
ഈ ആരോ ഡയറക്ഷൻ നമുക്ക് വേണ്ട ഡയറക്ഷനൊക്കെ ഓപ്പോസിറ്റ് ആണ്. അതിനെന്ത് ചെയ്യണം? ഈ നമ്മളിപ്പോ ഡയറക്ഷൻ എഡ്ജ് സെലക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഭാഗമില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്ഷൻ നേരെ മാറും. അതിനുശേഷം ഈ രണ്ട് ഹോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 62 ആണ്. ആ 62 നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇനി എത്ര ബോൾട്ടാണ് വേണ്ടത്? 2 ബോൾട്ട്സ്. ക്ലിക്ക് ചെയ്തു. ഇനി ഏത് ബോൾട്ട്, അതായത് നമ്മൾ പാറ്റേൺ ചെയ്യേണ്ട ബോൾട്ട് ആണ് ഇവിടെ ചോദിച്ചത്. കമ്പോണൻസ് ടു പാറ്റേൺ. നമുക്കിവിടെ പാറ്റേൺ ചെയ്യേണ്ടത് ഈ ബോൾട്ട് ആണ്. സെലക്ട് ചെയ്യാം. ഈ ബോൾട്ടിന്റെ പാറ്റേൺ ഇവിടെ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നട്ടാണ്. അതായത് ഈ ബോൾട്ടിനെ നട്ട് ഇട്ട് മൗണ്ട് ചെയ്യണം. അതിനായിട്ട് ഇൻസെർട്ട് കമ്പോണൻസ്, ബ്രൗസ്, നട്ട് ബട്ടൺ, ഓപ്പൺ. നട്ട് വന്നു കഴിഞ്ഞു. സെയിം നമ്മള് ബോൾട്ട് എങ്ങനെയാണോ മേറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് നട്ട് മേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി മേറ്റ് പോവുക, നട്ടിന്റെ ഇൻസൈഡ് സെലക്ട് ചെയ്യുക, ബോൾട്ടിന്റെ ഔട്ട്സൈഡ് സെലക്ട് ചെയ്യുക. ഇതാ ഇപ്പോ ബോൾട്ടും നട്ടും കോൺസെൻട്രിക് ആയി. ഇനി ചെയ്യേണ്ടത് ബോൾട്ടിനെ ഈ ഫേസ് ബട്ട് ചെയ്യിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ നട്ടിന്റെ ഈ ഫേസ് സെലക്ട് ചെയ്യുക, ക്യാപ്പിന്റെ ഈ ഫേസ് സെലക്ട് ചെയ്യുക, നട്ട് കംപ്ലീറ്റ്ലി മേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ലോക്ക് നട്ട് വേണം അസംബിൾ ചെയ്യാൻ. ബ്രൗസിൽ പോവുക, ലോക്ക് നട്ട്, ഓപ്പൺ. ലോക്ക് നട്ട് വന്നു കഴിഞ്ഞു. നമ്മൾ നട്ടിന്റെ കേസിൽ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ലോക്ക് നട്ടും മേറ്റ് ചെയ്യണം. മേറ്റ് ഓപ്ഷനിൽ പോവുക, ലോക്ക് നട്ടിന്റെ ഇൻസൈഡ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ബോൾട്ടിന്റെ ഔട്ട്സൈഡ് സെലക്ട് ചെയ്യുക. ലോക്ക് നട്ടും ബോൾട്ടും കോൺസെൻട്രിക് ആയി ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നട്ട് എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ലോക്ക് നട്ടും ചെയ്യണം. നട്ടിന്റെ ബേസ് പാർട്ടും ലോക്ക് നട്ടിന്റെ ബേസ് പാർട്ടും തമ്മിൽ മേറ്റ് ചെയ്യാം. നമ്മൾ ബോൾട്ട് എങ്ങനെയാണോ പാറ്റേൺ ചെയ്തത് സെയിം പോലെ തന്നെ നമുക്ക് ഈ ലോക്ക് നട്ടും പാറ്റേൺ ചെയ്യാം. അതിനുവേണ്ടി ബോൾട്ടിന്റെ കേസിൽ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ലീനിയർ പാറ്റേണിൽ പോവുക, ലീനിയർ കോമ്പണന്റ് പാറ്റേൺ, ഡയറക്ഷൻ കൊടുക്കുക. ഏതെങ്കിലും ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക, ഡയറക്ഷൻ നമുക്ക് വേണ്ട ഡയറക്ഷൻ ഓപ്പോസിറ്റ് കിടക്കുന്നെങ്കിൽ അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, സെന്റർ ഡിസ്റ്റൻസ് കൊടുക്കുക, എത്ര ക്വാണ്ടിറ്റി വേണം അതിവിടെ കൊടുക്കുക. അതിനുശേഷം ഏത് കമ്പോണന്റ് നമുക്ക് പാറ്റേൺ ചെയ്യണം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൂടെ ലോക്ക് നട്ടുമാണ് പാറ്റേൺ ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഒരു പ്ലംബർ ബ്ലോക്കിന്റെ അസംബ്ലി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ അരുണിന്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സോഫ്റ്റ്വെയർസ് എങ്ങനെ അതിൽ ഓരോ ഡ്രോയിങ്സ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ ഓരോരോ വ്ളോഗിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വ്ളോഗ് വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.